ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിലെ സത്യഭാമ വേഗം മുകളുടെ റൂമിലേക്ക് ചെന്ന് ഡോർ തുറന്ന് നോക്കണേ. അവിടെ കട്ടിലിൽ കിടക്കുന്ന കാണുമ്പോ വിഷ്ണു അല്ലേ കിടക്കുന്നത്? പിന്നെ സ്കൂളിൽ വിഷ്ണു ചെന്നു എന്ന് പറയുന്നത്? എല്ലാവരും കൂടെ എന്നെ വിഡിയാക്ക, എല്ലാം സഹിക്കും, പക്ഷെ പറ്റിക്കാൻ നോക്കിയാണ്ടല്ലോ ഒറ്റ ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല. എല്ലാരും കൂടെ എന്നെ അങ്ങ് തോൽപ്പിക്കാൻ നോക്കുക എന്ന് പറഞ്ഞ ശേഷം കട്ടിലിന്റെ അടുത്തേക്ക് ചെന്നിട്ട്, എടാ വിഷ്ണു, മോനെ വിഷ്ണു, എടാ മോനെ ഒന്ന് വാ, താഴേക്ക് പോകാം എന്ന് പറഞ്ഞ് ഇങ്ങനെ തട്ടി വിളിക്കണേ. എന്നാ കമലനല്ലേ കിടക്കുന്നത്? കമലൻ പുതപ്പ് മൂടി കിടക്കാണ് തലവഴി. എന്തോന്നാടാ ഇത് എന്ന് പറഞ്ഞ് സത്യം അത് വലിക്കുന്നുണ്ടെങ്കിലും അതങ്ങ് മുറുകെ പിടിച്ചു വെക്കണേ. എടാ വിഷ്ണു എന്ന് പറഞ്ഞ് സത്യഭാമ ഉള്ള ബലം പ്രയോഗിച്ച് എടാ വിഷ്ണു എന്ന് പറഞ്ഞ് അതങ്ങ് മാറ്റണേ. അതില് മുഖം തിരിച്ചു കിടക്കുന്ന കാണുമ്പോ തന്നെ വിഷ്ണു അല്ലല്ലോ ഇതാരാ? മുഖം കാണിക്കടാ, എനിക്കടാ മുഖം കാണിക്കടാ എന്നൊക്കെ പറഞ്ഞിട്ട് സത്യഭാമ ഇങ്ങനെ വലിക്കുന്നുണ്ടെങ്കിലും കമലൻ തലേണയില് മുഖം അമർത്തി പിടിക്ക. അതില് സത്യഭാമയ്ക്ക് കഴിയാതാവുമ്പോ അവിടെ ഉണ്ടായിരുന്ന എന്തോ വടി പോലത്തെ ഒരു സാധനം എടുത്ത് കമലന്റെ ബാക്കിലിട്ട് നല്ല രണ്ടെണ്ണം പൊട്ടിക്കും. എന്നിട്ട് മുടി അങ്ങ് പിടിച്ചു വലിക്കുമ്പോ അയ്യോ എന്ന് പറഞ്ഞ് കമലൻ കൈ കൂപ്പി നിക്ക. കമലനെ കാണുന്നതും ഭാമ ഞെട്ടിപ്പോ. സത്യമേ ക്ഷണിച്ചു, കമലനും ക്ഷണിച്ചു. സത്യമേ എന്ന് വിളിക്കുമ്പോ ഭാമയ്ക്കും എവിടെടാ അവൻ? വിഷ്ണു എവിടെയെന്ന് ഞാൻ ചോദിച്ചത്. ആശാൻ പഠിക്കാൻ സ്കൂളിലേക്ക്. അപ്പോഴേക്കും ഭാമയുടെ കയ്യിൽ നിന്ന് കമലനെ ഒന്ന് കിട്ടും. എവിടെടാ വിഷ്ണു? പറയടാ. കമലൻ വരുന്നവരെ എന്നോട് ഇവിടെ കിടക്കാൻ എന്ന് പറയുമ്പോഴേക്കും രണ്ടാമത്തെ ഒരടിയും കൂടി കമലന് കിട്ടും. പിന്നെയും 2-3 പ്രാവശ്യം തല്ല. നീയാണോടാ അവനെ ഇറക്കി വിട്ടത്? ആണോടാ എന്ന് പറഞ്ഞ് വീണ്ടും അടിക്കും. പാവം കമലൻ അമ്മയെന്നൊക്കെ പറഞ്ഞിങ്ങനെ കരയുന്നുണ്ട്. വാട ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് കമലന്റെ കോളറിൽ പിടിച്ചുകൊണ്ട് താഴത്തേക്ക് കൊണ്ടുപോവാണ് സത്യഭാമ. വാട ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ചു വരുമ്പോ രാഘവേട്ടനും പൊന്നിയും ശ്യാമയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക. ഭാമ നീ ഒന്നും പറയണ്ട, ഇങ്ങോട്ട് ഇറങ്ങാൻ എന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി ഇടും. ഭാമേ നീ എന്തായി കാണിക്കുന്നത് എന്ന് വെച്ച് രാഘവൻ നായർ വരുമ്പോ ഒറ്റൊരെണ്ണം മിണ്ടി പോകരുതേ, എല്ലാരും കൂടെ എന്നെ കളിപ്പിക്കാൻ നോക്കുകയാണോ? പിന്നിൽ നിന്ന് കുത്താൻ നോക്കുകയാണ് എല്ലാരും. ഞാൻ സഹിക്കില്ല കേട്ടോ. ശ്യാമ പറയും അത് സത്യമേ പപ്പി പറഞ്ഞിട്ട്. ഭാമ പറയും നീ മിണ്ടരുത്. അവൾ ആർക്ക് വേണ്ടിയാ പറഞ്ഞത്? ആരുടെ അടി ആ കുഞ്ഞ്? നിന്റെ കുഞ്ഞേച്ചി എന്താടി ആ ഒരു ചോദ്യത്തിന് മാത്രം ഉത്തരം നൽകാത്തത്? വല്ലവന്റെയും കൊച്ചിന്റെയും തന്തയാവാനല്ല ഞാൻ എന്റെ മോനെ ഇത്രയും വളർത്തി വലുതാക്കിയത്. ഇന്നവനിങ്ങോട്ട് വരട്ടെ, അമ്മയെ ചതിച്ചുകൊണ്ട് എന്റെ മോൻ എത്ര കാലം ജീവിക്കാൻ പറ്റുന്നു ഞാനൊന്ന് നോക്കട്ടെ. അപ്പോഴും കമലൻ അവിടെ തന്നെ നിൽപ്പുണ്ട്. അല്ല പിള്ളച്ചേട്ടാ എന്ന് പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങുക. ഭാമയ്ക്കും നീ ഇപ്പോഴും പോയില്ലേ? ഇവനെ ഞാനിന്ന് എന്ന് പറഞ്ഞു ചുറ്റിലും നോക്കുമ്പോ രാഘവേട്ടന്റെ വാക്കിംഗ് സ്റ്റിക്കാ കാണുന്നത്. ഇങ്ങ് താന്ന് പറഞ്ഞ് അത് പിടിച്ചു വലിക്കുമ്പോ രാഘവേട്ടൻ വീഴാൻ പോകുന്നുണ്ട്. ഭാമ അതൊന്നും കാര്യമാക്കുന്നില്ല. ശ്യാമ വേഗം രാഘവേട്ടനെ പിടിക്കും. സത്യഭാമ കമലനെ അടിക്കാനായി പിന്നാലെ ഓടുകയാണേ. കമലനാണെങ്കില് അവിടെ ഒരു നിലവിളക്കുണ്ട് വലിയത്, അതിന് ചുറ്റിലും ഓടുമ്പോ ഭാമ വടിയും കൊണ്ടോടുക. എന്താ ഭാമ ഇത്? നിനക്കെന്താ ഭ്രാന്തായോ? ഭാമ പറയും അതെ, എല്ലാരും കൂടി എന്നെ ഭ്രാന്ത് പിടിപ്പിക്കും എന്ന് പറഞ്ഞ് തല്ലിയാണേ. പിള്ളച്ചേട്ടനും കിട്ടുന്നുണ്ട് 2 രാഘവേട്ടൻ പറയും എടാ കമല ഇറങ്ങി പോടാ, ഇറങ്ങി ഓടടാ എന്ന് പറയുമ്പോ കമലൻ അവിടെ കിടന്ന് വട്ടം തിരിയാണ്. അവസാനത്തെ അടി കിട്ടുമ്പോഴേ കമലൻ പുറത്തേക്ക് ചാടി ഓടും. കമലൻ അവിടുന്ന് ജീവനും കൊണ്ടുപോടുമ്പോ ഭാമ പറയും ഇപ്പൊ നീ പൊക്കോ, നിന്നെ എന്റെ കയ്യിൽ ജീവനോട് കിട്ടും, അന്നതേ നിന്റെ അവസാനടാ വെച്ചിട്ടുണ്ട് ഞാൻ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും കമലൻ ബൈക്കിന്റെ മുകളിലൊക്കെ ചാടി കയറി പറന്നു പോവാണ് അവിടുന്ന്. അങ്ങനെ ഭാമ അവിടുന്ന് എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. അപ്പോഴേക്കും രാഘവേട്ടൻ അങ്ങ് തളർന്നു പോകും. അയ്യോ അച്ഛാ എന്തു പറ്റി എന്ന് ശ്യാമ ചോദിച്ചു പിടിക്കലും ഭാമയെ ഓടി വരും. രാഘവേട്ട എന്തു പറ്റി എന്ന് വെച്ച് ഭാമ പാകെ പേടിക്കുന്നുണ്ട്. എടോ പിള്ള വെള്ളം എടുത്തോണ്ട് വാ. രാഘവേട്ട എന്തു പറ്റി എന്നിങ്ങനെ ഭാമ വീണ്ടും വീണ്ടും ചോദിക്കാ. എന്തു പറ്റിന്ന് എല്ലാരോടും ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും പിള്ളച്ചേട്ടൻ മെഡിസിൻ എടുത്തു വരും. പൊന്നി വെള്ളവും ഇതാ കുടിക്കേ എന്ന് പറഞ്ഞ് വേഗം കൊടുക്കും. എന്തു പറ്റി രാഘവേട്ട എന്ന് വെച്ചിങ്ങനെ തലോടുക. രാഘവേട്ടൻ പറയും പെട്ടെന്ന് തല ചുറ്റിയതാ. ഭാമയ്ക്കും ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? രാഘവേട്ടൻ ആകെ ക്ഷണിച്ചിട്ടുണ്ട്. ഇല്ല കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് കുടുംബശ്രീ വീട്ടിലാണ്. അവിടെ സത്യമോളെ ആ വലിയ ട്രോഫി ശാരദാമ്മയ്ക്ക് കൊടുക്കണേ. ആഹാ എന്ന് പറഞ്ഞ് ശാരദാമ്മ അത് വാങ്ങിച്ചു നോക്കുക. ഇത് ആർക്ക് കിട്ടിയതാണെന്ന് അറിയാമോ? ശാരദാമ്മ പറയും സത്യമോൾക്ക്. സത്യം പറയും അല്ല, എന്റെ ബിഗ് ഫ്രണ്ടിന് കിട്ടിയ ട്രോഫിയാ ഇത്, എനിക്ക് വേണ്ടി ജയിച്ച് വാങ്ങിച്ചതാ എന്റെ ബിഗ് ഫ്രണ്ട്. ശാരദാമ്മയ്ക്കും ആണോ? വലിയ ഫ്രണ്ടിന് കിട്ടിയതാണെങ്കിൽ ഇതെങ്ങനെ പിന്നെ സത്യമോളുടെ കയ്യിൽ വന്നത്? സത്യം പറയും ശാരദാമ്മ ഇന്ന് സ്കൂളിൽ ഫാദേഴ്സ് ഡേ ആയിരുന്നില്ലേ? ശാരദാമ്മ പറയും അതെ. അപ്പൊ സത്യം പറയും എനിക്ക് വേണ്ടി ഫാദറായി മത്സരിച്ചത് ബിഗ് ഫ്രണ്ടാ, എനിക്ക് അച്ഛനില്ലാത്തതുകൊണ്ട് അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് മത്സരിച്ചത് ബിഗ് ഫ്രണ്ടാ. അതോടെ കേൾക്കുമ്പോ ശാരദാമ്മയ്ക്ക് ഒന്നുകൂടെ അത്ഭുതമാകും. സത്യം വീണ്ടും വീണ്ടും പറയും എന്റെ ബിഗ് ഫ്രണ്ട് അങ്ങനെ കിട്ടിയതാ ഇത്. അപ്പൊ ശാരദാമ്മ മനസ്സിൽ വിചാരിക്കും ആരാ പറഞ്ഞത് മോൾക്ക് അച്ഛനില്ലെന്ന്? മോൾക്ക് വേണ്ടി മത്സരത്തിൽ പങ്കെടുത്തതും ജയിച്ചതൊക്കെ പിന്നെ ആരാണെന്നാ വിചാരിച്ചിരിക്കുന്നത്? മോളുടെ അച്ഛൻ തന്നെയാ, സ്വന്തം അച്ഛൻ. അപ്പോ സത്യയ്ക്കും എന്താ ശാരദാമ്മ ആലോചിക്കുന്നത്? ബിഗ് ഫ്രണ്ട് എങ്ങനെയാ ഓടിയെന്നാണോ? ശാരദ പറയും അതെ. അപ്പൊ സത്യ പറയും വലിയ ഓട്ടക്കാരനാ ബിഗ് ഫ്രണ്ട്. ആണോ? സത്യ പറയും പിന്നെ അല്ലാതെ. അപ്പോഴേക്കും ശാലിനി അങ്ങോട്ട് വരും.
സത്യം പറയും എന്നെയും പപ്പിയൊക്കെ എടുത്തോണ്ട് പറക്കുമായിരുന്നു. ടീച്ചർ വരെ ഞെട്ടിപ്പോയി. കൊള്ളാലോ എന്ന് പറയുമ്പോ ശാലിനി അങ്ങോട്ട് വരാ. ശാരദാമ്മ പറയും അപ്പോൾ വിഷ്ണുവച്ചൻ ആള് കൊള്ളാലോ. സത്യം പറയും പിന്നല്ലാതെ ഇനിയും മത്സരം ഉണ്ടായിരുന്നെങ്കില് ഇനിയും ജയിച്ചാനെ. ശാരദാമ്മയ്ക്ക് കേൾക്കണോ, മത്സരം തുടങ്ങാറായിട്ടും ഈ അമ്മ അവിടേക്ക് വന്നില്ലെന്നേ. എല്ലാ കുട്ടികൾക്കും അച്ഛനും ഉണ്ട് അമ്മയുണ്ട്, എനിക്ക് മാത്രം ആരുമില്ല. ബിഗ് ഫ്രണ്ട് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യായിരുന്നു? അപ്പൊ ശാരദാമ്മ ശാലിനിയോടേക്കും അതെന്താടി കുഞ്ഞിന്റെ പരിപാടിക്ക് സ്കൂളിൽ നേരത്തെ ചെല്ലേണ്ടതല്ലേ? ശാലിനി പറയും തിരക്കിൽ വിട്ടുപോയതമ്മേ. അമ്മ വരാൻ വൈകിയാലെന്താ, മോളുടെ ബിഗ് ഫ്രണ്ട് വന്നില്ലേ. സത്യം പറയും ഭാഗ്യം, അതുകൊണ്ട് ആ നാണക്കേടുന്ന് ഒഴിവായി, ജയിക്കുകയും ചെയ്തു. അപ്പൊ ശാരദാമ്മ പറയും എന്തായാലും മോള് ക്ഷീണിച്ചു വന്നതല്ലേ. ശാരദാമ്മ പാലും ബിസ്ക്കറ്റും ഒക്കെ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, പോയി കഴിക്കേ. സത്യം അങ്ങ് പോകാൻ തുടങ്ങും. അയ്യോ എന്റെ ട്രോഫി എന്ന് പറഞ്ഞു വന്ന് വീണ്ടും ശാരദാമ്മയുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ചിട്ടാ പോകുന്നത്. ഇങ്ങ് തന്നെ എന്ന് പറഞ്ഞ് വാങ്ങിച്ച് അതിനൊരു ഉമ്മയും കൊടുത്തിട്ടാ അതും കൊണ്ട് പോകുന്നത്. ഇത് കാണുമ്പോ ശാരദാമ്മ ശാലിനി ഇങ്ങനെ നോക്കും. ശാലിനി പറയും ഇന്ന് സത്യ ട്രോഫിയും കെട്ടിപ്പിടിച്ച് കിടക്കുള്ളൂന്നാ തോന്നുന്നത്. ശാരദാമ്മ പറയും അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് അച്ഛൻ തന്നെ കൊടുത്തതല്ലേ, ആ ട്രോഫിക്ക് അവളൊരു വില ഇട്ടിട്ടുണ്ട്. ആ വില കൊടുക്കാൻ നിനക്കോ എനിക്കോ കഴിയില്ല, വിഷ്ണുവിന് മാത്രമേ കഴിയൂ. ശാലിനി പറയും അച്ഛനെ കാണണമെന്നുള്ള അവളുടെ ആഗ്രഹം കാണുമ്പോ വല്ലാത്തൊരു വിഷമം. അവിടെ ഫാദർസ് ഡേ ആയിട്ട് അമ്മമാരെങ്ങനെ മത്സരിക്കുന്നു കരുതിയിട്ട് തന്നെ അമ്മേ ഞാൻ അവിടെ ചെന്നത്. അവിടെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് സത്യക്ക് ട്രോഫി വാങ്ങിക്കൊടുത്ത വിഷ്ണുവേട്ടനെ കണ്ടപ്പോ ഞാൻ തകർന്നു പോയമ്മേ. ശാരദാമ്മ പറയും ഈ കാലചക്രം തിരിയുന്നതിന് ഒരുപാട് അർത്ഥമുണ്ട് മോളെ. അതില് ഇന്നത് നടക്കും ഇന്നതേ നടക്കാവൂ എന്നൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് ആട്ടാടുന്ന വെറും കോലങ്ങളാ നമ്മളൊക്കെ. വിഷ്ണു അവിടെ ചെല്ലണം എന്നുള്ളതും സത്യമോളുടെ അച്ഛന്റെ സ്ഥാനത്ത് നിൽക്കണം എന്നുള്ളതും എഴുതി വെക്കപ്പെട്ട വെളിപ്പെടുത്താനാവാത്ത സത്യം തന്നെയാണ്. ശാലിനി പറയും വിഷ്ണുവേട്ടനുമായിട്ട് ഇന്ന് പകല് മുഴുവൻ ചെലവഴിച്ചതുകൊണ്ടാവും അവളിന്ന് ഭയങ്കര ഹാപ്പിയാ, എന്തൊക്കെയോ നേടിയെന്നുള്ള ഭാവം. എന്നെ മൈൻഡ് ചെയ്യുന്നേയില്ലായിരുന്നു. പപ്പിയും വിഷ്ണുവേട്ടനും സത്യയും അവരുടെ ലോകമായിരുന്നു ഇന്ന് ആ സ്കൂൾ മുറ്റം. കുട്ടികൾക്കൊപ്പം വിഷ്ണുവേട്ടനും ആ കളികളെല്ലാം ആസ്വദിച്ചു. ശാരദാമ്മ പറയും ആ ഒരു സന്തോഷവും സത്യക്ക് ഇവിടെ വന്നിട്ടും തീരുന്നില്ലായിരുന്നു. ഇനിയും സത്യ സന്തോഷിക്കും. വിഷ്ണുവാണ് സത്യയുടെ യഥാർത്ഥ അച്ഛനെന്നറിയുമ്പോൾ. ഇനി എന്തിനാ കുഞ്ഞെ ആ കുഞ്ഞിൽ നിന്നും അത് മറച്ചു പിടിക്കുന്നത്? അമ്മേ എന്ന് വിളിക്കുമ്പോ ശാരദാമ്മ പറയും മനസ്സിന്റെ വിഷമം കൊണ്ട് പറഞ്ഞതാ മോളെ. അതിന്റെ ആ കുഞ്ഞു മനസ്സ് നിറയെ അച്ഛന്റെ സ്നേഹത്തിനായി കൊതിക്കുന്നുണ്ട്, അച്ഛന്റെ വാത്സല്യം കൊതിക്കുന്നുണ്ട്, അച്ഛനോടൊപ്പം ഓടിച്ചാടി നടക്കാൻ കൊതിക്കുന്നുണ്ട്. ഓരോ പ്രായത്തിലും ഓരോ കുട്ടിക്കും ലഭിക്കേണ്ട സ്നേഹവും സംരക്ഷണവും ഉണ്ട്. 6 മാസത്തിൽ കിട്ടേണ്ട വാത്സല്യം അത് 6 മാസത്തിൽ തന്നെയല്ലേ കിട്ടേണ്ടത്. അതുപോലെ തന്നെ 6 വയസ്സിൽ കിട്ടേണ്ട അച്ഛന്റെ സ്നേഹവും പരിചരണവും 16ാമത്തെ വയസ്സില് കിട്ടിയിട്ട് കാര്യമുണ്ടോ മോളെ? നീ ആലോചിക്കേ എന്ന് പറഞ്ഞ് ശാരദാമ്മ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. ശാലിനി ഇങ്ങനെ സങ്കടത്തോടെ നിൽക്കണേ. ഫാദേഴ്സ് ഡേയുടെ മുന്നേ ശാലിനിയെ ടീച്ചർ അങ്ങോട്ട് വിളിച്ച ദിവസം സത്യം പറയുന്നുണ്ടല്ലോ ഫാദേഴ്സ് ഡേക്ക് എല്ലാവരും പാരന്റ്സിനെ കൊണ്ടുവരുമ്പോ ഞാൻ എന്റെ അച്ഛന്റെ പേരെങ്കിലും അറിഞ്ഞിരിക്കണ്ടേ അമ്മേ. അതാലോചിച്ചിട്ട് ശാലിനി മനസ്സിൽ പറയും കഴിയില്ല മോളെ, അമ്മയ്ക്കിപ്പോ ആ സത്യം വെളിപ്പെടുത്താൻ കഴിയില്ല. മോൾക്ക് അച്ഛനെ കിട്ടുമായിരിക്കും, പക്ഷേ അതേസമയം സത്യമ്മ മറ്റൊരാളെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയിരിക്കും എന്ന് പറഞ്ഞിട്ട് ശ്യാമയെ ആലോചിക്കണേ. അന്നൊരിക്കല് സത്യം തുറന്നു പറയാൻ പോകുമ്പോ ശ്യാമ വന്നിട്ട് പോയി പറഞ്ഞോ, എല്ലാം അറിയിച്ചോ, പറഞ്ഞു കഴിഞ്ഞാ പിന്നെ ശ്യാമയെ അന്വേഷിക്കരുത്, മരിക്കുന്നിങ്ങനെ ഭീഷണിപ്പെടുത്തിയതൊക്കെ ഇങ്ങനെ ആലോചിച്ചു പോവാ. പിന്നെ ഇന്നേ മത്സരത്തിന്റെ തുടക്കത്തിലെ രോഹിത് പപ്പിയോട് കാണിച്ച സ്നേഹം എടുത്ത് ഓടിയതും എല്ലാം അങ്ങനെ ആലോചിച്ചിട്ട് രോഹിത് ഒരിക്കലും വെറുക്കാത്ത രീതിയില് ശ്യാമയും എന്നെയും വെറുക്കും. ഇത്രയും നാൾ കൊണ്ടു നടന്ന പപ്പിമോൾ എന്ന സ്വപ്നം തനിക്ക് ഇന്നു മുതൽ അന്യാണെന്ന് അറിയുന്ന നിമിഷം മുതൽ രോഹിത് എന്ത് വേണമെങ്കിലും പ്രവർത്തിക്കാം. അനാഥനെന്ന സ്നേഹം പറഞ്ഞുകൊണ്ടിരുന്ന രോഹിത്തിന് സ്വർഗം പോലെ കിട്ടിയതാ ആ പൊന്നുമോളെ. ഭൂമിയിലെ അയാളുടെ എന്ന് സ്വയം അവകാശപ്പെട്ട് സ്വന്തമാക്കി വെച്ചിരിക്കുന്ന ഏക സ്വത്ത്. സത്യമോൾക്ക് വേണ്ടി എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഇവരുടെയൊക്കെ ജീവിതം ഞാൻ കുരുത്തി കൊടുക്കണം. കഴിയില്ല എനിക്ക്. എന്റെ സന്തോഷത്തിനു വേണ്ടി മറ്റുള്ളവരുടെ സന്തോഷം ഇല്ലാതാക്കാൻ എനിക്കാവില്ല. എല്ലാവരുടെ ചോദ്യത്തിനും മൗനമായി മറുപടി പറയാനേ എനിക്കിപ്പോ കഴിയൂ. വയ്യ, മറ്റൊരാളുടെ കണ്ണീര് കാണാനുള്ള ശക്തി എനിക്കില്ല. അത് സ്വന്തം കൂടപ്പിറപ്പിന്റെ ആകുമ്പോ ഒട്ടും സഹിക്കാൻ കഴിയില്ല. ഇത് പോകുന്ന അത്രയും പോട്ടെ, അല്ലാതെ വേറെ വഴിയില്ല എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴേക്കും ചായയായിട്ട് ശാരദാമ്മ വരും. അത് കൊടുത്തിട്ട് ശാരദാമ്മ അടുത്തിരിക്കുക. ശാലിനി അത് വാങ്ങിച്ചിങ്ങനെ കുടിക്കും. ശാരദാമ്മ പറയും മോളെ പറയുന്നതുകൊണ്ട് ഒന്നും തോന്നരുത്, സത്യമോളുടെ കാര്യത്തില് ഇനിയെങ്കിലും ഒരു തീരുമാനം എടുക്കണം. ശാലിനി പറയും സത്യമോളുടെ കാര്യത്തിന് തീരുമാനമാകുമ്പോ പപ്പിമോളുടെ കാര്യത്തെക്കുറിച്ച് അമ്മ എന്ത് തീരുമാനിച്ചു? ശാരദാമ്മ വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോ ശാലിനിക്കും പറയമ്മേ രോഹിത്തിന്റെ അവസ്ഥ പിന്നെ എന്തായിരിക്കും? ഇത്രയും നാൾ കുടുംബിനിയായി കഴിഞ്ഞ അമ്മയുടെ മകൾ ശ്യാമയുടെ ജീവിതം പിന്നെ എവിടെയായിരിക്കും? പറയാമേ. ഇതൊക്കെ ആലോചിക്കുമ്പോ അച്ഛൻ അടുത്തില്ലെന്നുള്ള ഒറ്റ സങ്കടമായി സത്യം ഇങ്ങനെ കഴിയുന്നതല്ലേ അമ്മേ നല്ലത്. ഇതിപ്പോ അച്ഛനില്ലെന്നല്ലല്ലോ, കൺമുന്നിൽ കാണുന്നില്ലേ എന്ന് പറഞ്ഞ് ശാലിനി അവിടുന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോ ശാരദാമ്മ മോളെ എടി പക്ഷെ അവൾ അറിയുന്നില്ലല്ലോ
അതെന്റെ അച്ഛനാണെന്ന് അവൾക്ക് പറയാൻ പറ്റുന്നില്ലല്ലോ. ശാലിനി പറയും, അതിനു വഴി സർവേശ്വരൻ കാണും അമ്മേ. ബന്ധങ്ങളെ അറുത്തു മുറിച്ചുകൊണ്ടൊരു ജീവിതം കിട്ടാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. വേർപെട്ട് നിൽക്കുന്നതിന്റെ വേദന മനസ്സിലാക്കിയവർക്ക് മറ്റുള്ളവരെ വേർപ്പെടുത്താനുള്ള മനസ്സ് കാണില്ല അമ്മേ. അമ്മയ്ക്കറിയോ, എന്റെ ഒരു വാക്കില് എനിക്കൊരു ജീവിതം കിട്ടുമ്പോ മറ്റൊരു ജീവിതം മറുഭാഗത്ത് തകരുന്നത് അമ്മയുടെ മകളുടെ തന്നെയാ. ശ്യാമ എന്നെ പോലെ പിടിച്ചു നിൽക്കാനും തരണം ചെയ്യാനും അവൾക്ക് പ്രാപ്തിയുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. ഒരു ജന്മം മുഴുവനും ആ പാവം ഇരുന്ന് കരഞ്ഞു തീർക്കും. എന്തിനാ അമ്മേ ആ പാപം കൂടെ ഞാൻ തലയിലേറ്റുന്നത് എന്നത് പറഞ്ഞൊക്കെ കേൾക്കുമ്പോ ശാരദാമ്മയ്ക്ക് അങ്ങ് സങ്കടാവാണേ. ശാലിനി സങ്കടത്തോടെ പോകാൻ തുടങ്ങുമ്പോ, ശാലിനി സത്യമോളുമായിട്ട് നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് കഴിയുന്ന കാഴ്ച ഈ ജന്മം എനിക്ക് കാണാൻ കഴിയോടി? ശാലിനി പറയും, ചില കഥകളിലൊക്കെ വായിച്ചിട്ടില്ലമ്മേ, യഥാർത്ഥ ജീവിതം നടക്കുന്നത് സ്വർഗത്തിൽ വെച്ചാണെന്ന്. അതുമല്ലെങ്കിൽ അടുത്ത ജന്മത്തിലായിരിക്കുന്ന്. അങ്ങനെയാണെങ്കിൽ അടുത്ത ജന്മത്തിലും നമുക്ക് ഈ വീട്ടിൽ തന്നെ ജനിക്കാം. കുടുംബശ്രീ ഹോട്ടൽ നടത്താം. ഞാനും വിഷ്ണുവേട്ടനും പപ്പയും സത്യയും അമ്മയും മാത്രമായിട്ട്. പിന്നെ ശാന്തിച്ചുണ്ടാവണം കേട്ടോ, ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് പണിയെടുത്ത് അമ്മ കഷ്ടപ്പെടും. ശാരദാമ്മയ്ക്കും നിനക്ക് എങ്ങനെ ഈ സങ്കടങ്ങൾക്കിടയില് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നു മോളെ? ഈ മനസ്സ് നിറയെ കടലാണെന്ന് അമ്മയ്ക്കറിയാം. അതിന്റെ ഇരുമ്പൽ പോലും അമ്മയ്ക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഞാനൊന്ന് മാറി നിന്നാ നീ പൊട്ടിക്കരയുന്നു എനിക്കറിയാം എന്നിങ്ങനെ പറയുമ്പോ ശാലിനി ശാരദാമ്മയുടെ കൈ പിടിച്ചങ്ങ് കരയാ. അപ്പൊ ശാരദാമ്മ ശാലിനിയെ മാറോട് ചേർത്ത് പിടിക്കും. എന്നിട്ട് പറയും, മോളെ നീ പറഞ്ഞതാ ശരി. എന്റെ കഷ്ടപ്പാട് കൂടുതൽ കണ്ട് ഏത് പ്രശ്നങ്ങളും നേരിടാനുള്ള കഴിവ് നിനക്കുണ്ട്. പക്ഷേ ശ്യാമയ്ക്ക് അതില്ല. രോഹിത് അവളെ കൈവിട്ടാ പിന്നെ അവളുടെ ഏക ആശ്രയം എന്നേക്കുമായിട്ട് എല്ലാം ഉപേക്ഷിക്കാന്നുള്ളത് തന്നെയായിരിക്കും നല്ലത്. നിനക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയൂ. നിനക്ക് മാത്രം. എല്ലാ തടസ്സങ്ങളും മാറിയപ്പോ നിങ്ങളിനി നിങ്ങളുടെ ജീവിതം നോക്കണമെന്ന് പറയായിരുന്നു ഞാൻ. അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചു തീർത്തില്ലേ? ശത്രുക്കളെല്ലാം ജയിലിലാവുകയും ചെയ്തു. ഇനിയുള്ള ജീവിതമെങ്കിലും ബഹളങ്ങളില്ലാത്ത സുഖവും സന്തോഷവും നിറഞ്ഞതാവാൻ വേണ്ടിയിട്ടാ ഞാൻ ഈ പറയുന്നത് മുഴുവനും. ശാലിനി പറയും, ആര് പറഞ്ഞമ്മേ തടസ്സങ്ങൾ മുഴുവൻ ഒഴിഞ്ഞു മാറിയെന്ന്? ഒഴിഞ്ഞു മാറിയത് കൊച്ചു കൊച്ചു തടസ്സങ്ങളാ, ചെറിയൊരു മുള്ളുകൊണ്ട് എടുക്കാവുന്നവ. പക്ഷേ തിരശ്ശീലയ്ക്ക് പിന്നിൽ ആഞ്ഞടിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ഒന്നൊന്നര മുതലുണ്ട്. കുറച്ചു നാളുകളായിട്ട് നമ്മുടെ നാവുകളില് നമ്മൾ ആ പേര് പറയാറില്ല. സുസ്മിതയെ ഉദ്ദേശിക്കുന്നത്. പറഞ്ഞു പോയാൽ അന്നത്തെ ദിവസം മെനക്കേടാ. എന്റെ നാശം കാണാൻ ആഗ്രഹിക്കുന്നവരിൽ ഒരു കേമി, 1000 തന്ത്രങ്ങളുമായിട്ട് എന്റെ സർവനാശം കാണാൻ ഒരുമ്പെട്ടിറങ്ങിയിട്ടുള്ള എന്റെ യഥാർത്ഥ ശത്രു. അവൾ എനിക്കെതിരെ നീക്കം തുടങ്ങിക്കഴിഞ്ഞു. അവൾക്ക് രാഷ്ട്രീയ സ്വാധീനമുണ്ട്. നിയമപരിരക്ഷകർ സുഹൃത്തുക്കളായിട്ടുണ്ട്. ഇനിയൊരു വരവ് അവൾക്കുണ്ടാവുകയാണെങ്കിൽ അതിന്റെ കുലം മുടിക്കാൻ തന്നെയാണ് എന്നെനിക്ക് നന്നായിട്ടറിയാം. മോളെ ശാരദാമ്മ പേടിച്ചുകൊണ്ട് വിളിക്കുമ്പോ ശാലിനി പറയും, അങ്ങനെ വരാനേ അവൾക്ക് കഴിയൂ. കാരണം മരണത്തെ എല്ലാവർക്കും ഭയമാണ്. അതിനേക്കാളും ഭയമാണ് മരണകാരനായ കാലനെ. ആ കാലനെ വരെ ഇട്ടടി അടിക്കുന്നവളാ ഈ പറഞ്ഞ ഡേഞ്ചറസ് നോട്ടോറിയസ് ക്രിമിനൽ സുസ്മിത. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കൊടിയ വിഷം. അവളെ ജയിക്കാൻ, അവളിലൂടെ നേരിട്ടു പോകാൻ ഞാൻ ഇനിയും തന്ത്രങ്ങൾ മെനഞ്ഞു നോക്കൂ. കാരണം തന്ത്രങ്ങൾക്ക് മേലെ കുതന്ത്രം മെനയുന്നവളവൾ. ഒരിക്കലും അടങ്ങാത്തതും അണയ്ക്കാൻ പറ്റാത്തതുമായ ഒരു തീ, ഫയർ എന്നിങ്ങനെ സുസ്മിതയെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോ തന്നെ ശാരദാമ്മയ്ക്ക് ഇപ്പോ പഴയതിനേക്കാളും പേടി വരികയാണ്. ശേഷം പിന്നീട് കാണിക്കുന്നത് ജയിലിലുള്ള സുസ്മിതയാണ്. പോലീസ് വന്നിട്ട് സുസ്മിതനെ വിളിക്കുന്നത്, മാഡം മാഡം മന്ത്രി സ്ഥലത്തെത്തിയിട്ടുണ്ട്. അത് പറഞ്ഞു കേൾക്കുമ്പോ തന്നെ സുസ്മിത ഇരുന്നിടത്തുനിന്ന് അങ്ങ് എഴുന്നേൽക്കും. സുസ്മിതയുടെ ജാമ്യത്തിന്റെ കടലാസുകൾ നീക്കി തുടങ്ങിയെന്നാ അറിയാൻ കഴിഞ്ഞത്. ഓർഡർ ഒരു പക്ഷേ നാളെ തന്നെ ഉണ്ടായേക്കാം. സുസ്മിത പറയും, ഉണ്ടായേക്കാന്നല്ല, ഉണ്ടായിരിക്കണം. മന്ത്രിയെ ജയിപ്പിച്ചെടുക്കാൻ 100 ആളിൽ ഒരാളായി കൈ ഉയർത്തി ജയ് വിളിച്ച ഒരു ചരിത്രമല്ല എനിക്കുള്ളത്. നന്നായി പണം കൊടുത്തും മസിൽ പവർ കടമെടുത്തും വാങ്ങിച്ചു കൊടുത്ത കസേരയിൽ തന്നെയാ അയാൾ ഇപ്പോഴും ഉറച്ചിരിക്കുന്നത്. തന്തയില്ല കുറ്റം കാണിച്ച തറയിൽ വാരിയിട്ട് തല തല്ലി പൊളിക്കും ഞാൻ, പറഞ്ഞേക്ക് കാണുകയാണെങ്കിൽ. അപ്പൊ മാഡം പറയും, അതൊക്കെ അദ്ദേഹത്തിന് ഓർമ്മയുണ്ട്. ഒരിക്കൽ കണ്ടപ്പോ കഴിച്ച കപ്പ പുഴുങ്ങിയതിന്റെയും നല്ല കാന്താരി മുളക് അരച്ച ചമ്മന്തിയുടെയും കഥ മന്ത്രി പറഞ്ഞു. സുസ്മിത മാഡം കൊടുത്ത ഭക്ഷണത്തിന്റെ രുചി നാവിൽ ഇപ്പോഴും ഉണ്ടെന്നാ പറഞ്ഞത്. സുസ്മിത പറയും, അതുണ്ടാവണം. അതിനുവേണ്ടിയാ അങ്ങനൊരു സാഹസം ഞാൻ അറിഞ്ഞുകൊണ്ട് കാണിച്ചത്. മന്ത്രിയായെന്നേ ഉള്ളൂ, അയാൾക്കിപ്പോഴും ബോധം എന്ന് പറയുന്നൊരു സാധനമില്ല. മന്ത്രിയായി കഴിഞ്ഞപ്പോഴും പഴയ കപ്പകൃഷിയും പച്ചവെള്ളം കുടിയും മറക്കാതിരിക്കാനുള്ള സുസ്മിതയുടെ ഓർമ്മപ്പെടുത്തലാണതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു വിവരം ഇപ്പോഴും അപ്പോഴും അയാൾക്ക് വെച്ചിട്ടില്ല. കഷ്ടം. പക്ഷെ സുസ്മിതയുടെ കാര്യത്തിൽ പഴയതൊക്കെ മറന്നാൽ അയാൾ വിവരം അറിയും. ഇല്ലെങ്കിൽ ഞാനത് ഭംഗിയായിട്ട് ഇവിടെ കിടന്നുകൊണ്ട് തന്നെ അയാളെ അറിയിക്കും. പോയി പറഞ്ഞേക്ക് അടുത്ത ദിവസം തന്നെ എനിക്ക് ഇവിടുന്ന് ഇറങ്ങണമെന്ന് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള സുസ്മിതയുടെ റീ എൻട്രി കാണിച്ചുകൊണ്ടാ ഈ ഭാഗം കഴിയുന്നത്. അപ്പോൾ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്